ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ജഡ്ജി വിഷയത്തിനോട് പറയാണ്, ശ്രീകാന്തിനെതിരെ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ തന്നോ, നേരിട്ട് കോടതി നടപടി എടുത്തോളം എന്ന് പറയുമ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, വേണ്ട സാറേ, എനിക്ക് ഇദ്ദേഹത്തിനെതിരെ ഒരു പരാതിയുമില്ല. ഞാൻ കുറേ നാൾ ഇവരുടെ കമ്പനിയിൽ ജോലി ചെയ്തിട്ടുള്ളതാണ്. ഇദ്ദേഹം എന്നോടൊരു മോശമായിട്ടൊരു പെരുമാറ്റം ഉണ്ടായിട്ടില്ല. എനിക്ക് ആരെയും ശിക്ഷിക്കണമെന്നൊന്നുമില്ല. എന്നെ വെറുതെ വിട്ടാൽ മാത്രം മതിയെന്ന് വിഷയം പറയാണ് കേട്ടോ. അപ്പോൾ ജഡ്ജി പറയുന്നത്, നോക്കടോ, ഇതാണ് മനസ്സിൻ്റെ നന്മ എന്ന് പറയുന്നത്. താനൊക്കെ പണവും അധികാരവും ഉപയോഗിച്ചിട്ടല്ലേ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇതേപോലെ തന്നെയാണ് എല്ലാവരും ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത്. പണവും അധികാരവും ഉണ്ടെന്നുണ്ടെങ്കിൽ ആരെയും ഏത് രീതിയിൽ കൊടുക്കാന്നുള്ള ചിന്ത വെച്ചിട്ടാണ് എല്ലാവരും നടക്കുന്നതെന്നൊക്കെ പറയും. മാത്രമല്ല, ഒരു വലിയ വലിയ ആൾക്കാർ, പണമുള്ള ആൾക്കാർ ഫോൺ വിളിച്ച് പറയുമ്പോഴത്തേനും പോലീസുകാർ ഓടി ചാടി അന്വേഷിക്കാണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്തു വയ്ക്കും. പോലീസുകാർക്കും ഇതിന് ശിക്ഷ നൽകേണ്ടതാണെന്നൊക്കെ പറയാണ് കേട്ടോ ജഡ്ജി. അപ്പോൾ സാബു ഹുസൈനെ തലമുമ്പിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് വേദനോട് പറയണം, കീപ്പിറ്റ വേദ, എടോ പി അതെ, കേസ് വാദിക്കാൻ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ ജൂനിയർ സീനിയർ എന്നൊന്നും ഇല്ലാതെ തനിക്കിപ്പോൾ മനസ്സിലായില്ലേ എന്ന് ചോദിക്കാനായിട്ട് എതിർഭാഗം വക്കീലിനോട്. പിന്നെ പറയുന്നുണ്ട്, ഇന്ന് എന്തായാലും കോടതി പിരിയുന്നത് വരെ ശ്രീകാന്ത് ഈ കോടതി വിട്ടു പോകാൻ പാടില്ല, ഇവിടെ തന്നെ നിൽക്കണം എന്ന് പറയുകയാണെ. ഈ കോടതിയുടെ പരിസരത്ത് തന്നെ താൻ ഉണ്ടാവണം എന്ന് പറയുകയാണെ. പിന്നെ അതുപോലെ തന്നെ വിശ്വത്തിനെ വിട്ടയച്ചു എന്നുള്ളൊരു കാര്യം കൂടെ പറയുകയാണ്. അപ്പോൾ വിശ്വം എന്നുണ്ടെങ്കിൽ തൊഴുത് നിൽക്കുകയാണ്. പിന്നെ വേദന നോക്കിയിട്ടും തൊഴുവയോടെ നോക്കുന്നുണ്ട്. അപ്പോൾ വേദന കണ്ണടിച്ച് കാണിക്കുന്നുണ്ട്. വിക്രത്തിന് സന്തോഷമാവണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് വേദ വരുമ്പോൾ ശ്രീകാന്ത് ഇങ്ങനെ പുറത്ത് നിൽക്കുകയാണ്. അപ്പോൾ രാവിലെ വന്നപ്പോഴത്തെ ഒരു ഭാഗം വേദ ആലോചിക്കുന്നുണ്ട്. രാവിലെ വന്നപ്പോൾ വലിയ ഇതിലൊക്കെയാണ് കേട്ടോ ശ്രീകാന്ത് വരുന്നത്. അപ്പോഴും വലിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിൽ വിക്രമിൻ്റെ ഒരു ഭീഷണി ഉണ്ട്. അപ്പോൾ അത് പിന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ വേദ വന്നിട്ട് പറയുന്നുണ്ട്, അപ്പോൾ അതെ, പണടങ്ങിയ ബാഗ് ഓഫീസിലില്ല എന്നുള്ളതിൻ്റെ വിഷമമായിരിക്കില്ലേ മുഖത്ത് എന്ന് പറയുകയാണേ. എന്തായാലും ഈ കേസ് ഞാൻ വാദിച്ച് ജയിക്കും. പണം അടങ്ങിയ ബാഗും അതുമാത്രമല്ല, ആ പണം എവിടെയാണ് നിങ്ങൾ സൂക്ഷിച്ചതെന്നുള്ളതിൻ്റെ തെളിവ് ഞാൻ ഈ കോടതിയിൽ ഹാജരാക്കും. നോക്കിക്കോ, നിങ്ങൾ ഇന്ന് ഈ കോടതിയിൽ നിന്ന് തോറ്റു മാത്രമേ മടങ്ങുള്ളൂ എന്നൊക്കെ ശ്രീകാന്തിന് വെല്ലുവിളിക്കുന്നുണ്ടെങ്കിലും ശ്രീകാന്ത് ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. പാവത്തിനെ പോലെ ഇങ്ങനെ അടങ്ങി ഒതുങ്ങി നിൽക്കുകയാണ്. അപ്പോൾ വേദയ്ക്കൊന്നും മനസ്സിലാവുന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് കോടതി പിരിഞ്ഞതിന് ശേഷം വിക്രം ശ്രീകാന്തിൻ്റെ അടുത്തേക്ക് വരികയാണ്. ശ്രീകാന്തിൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങളുടെ പെങ്ങളുണ്ടല്ലോ വേദ, അവൾ വിചാരിച്ചിരിക്കുന്നത് ആ പണത്തിൻ്റെ കാര്യം കോടതിയിൽ അവതരിപ്പിച്ചത് കൊണ്ടാണ് നിങ്ങൾ ഈ കേസിൽ നിന്ന് പിന്മാറിയതെന്ന്. പക്ഷെ സത്യത്തിൽ അതല്ല എന്നുള്ളത് എനിക്കും നിങ്ങൾക്കും അറിയാലേ. വലിയൊരു ബോംബ്, നിങ്ങളുടെ ജീവിതം തകർക്കുന്ന ഒരു ബോംബ് എൻ്റെ കയ്യിലുണ്ട് എന്ന് പറയണേ. അപ്പോൾ വേദ കാണുന്നുണ്ട് കേട്ടോ, ഇവർ രണ്ടുപേരും സംസാരിക്കുന്നത്. വേദ ഇങ്ങനെ തിരിഞ്ഞ് നോക്കി നിൽക്കുന്നുണ്ട് സംശയത്തോടു കൂടിയിട്ട്. പിന്നെ കാണിക്കുന്നത് തലേദിവസം ആ ഒരു ബാഗ് നോക്കാനായിട്ട് വേദയും വിക്രം കൂടെ പോകുമ്പോൾ അവരുടെ ആ ഒരു മേശര ആ വലിപ്പിൻ്റെ ഉള്ളിൽ നിന്ന്, ലോക്കറിൻ്റെ ഉള്ളിൽ നിന്ന് ശ്രീകാന്തിൻ്റെയും വേറൊരു പെണ്ണിൻ്റെയും ഫോട്ടോ കിട്ടാണ്. അങ്ങനെ അന്ന് രാവിലെ തന്നെ ശ്രീകാന്തിൻ്റെ വീട്ടിലേക്ക് വിക്രം വരികയാണ് കേട്ടോ. വളരെയധികം ചിരിച്ച് സന്തോഷത്തോട് കൂടിയിട്ടാണ് വരും കേട്ടോ. ആ ഏട്ടത്തിയമ്മേ, അളിയൻ എവിടെ എന്നൊക്കെ ചോദിക്കുന്നു കേട്ടോ. അപ്പോൾ അളിയ ശ്രീ അളിയ എന്ന് പറഞ്ഞിട്ട് വിളിക്കാൻ കേട്ടോ. അപ്പോൾ ശ്രീകാന്ത് ഓടി വരും കേട്ടോ. ആരടാ നിൻ്റെ അളിയൻ വെച്ചിട്ട് ഇങ്ങനെ വരികയാണ് കേട്ടോ. അയ്യോ, കാര്യം എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ബന്ധങ്ങൾ എപ്പോഴും ബന്ധങ്ങളല്ലേ, അളിയൻ എന്നും എൻ്റെ അളിയൻ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചിരിക്കുകയാണ് കേട്ടോ. എന്താടാ, ചേട്ടനെ ജയിലിൽ നിന്ന് പുറത്തിറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുള്ളതാണോ? ചേട്ടന് ഇനിയുള്ള കാലം ജയിലിൽ തന്നെയാണ്, അത് ഇന്നത്തോടുകൂടി തെളിയുമെന്ന് പറയാം കേട്ടോ. ഓ, അത് ശരിയാണ്, ചേട്ടൻ്റെ കാര്യം ഇനി കോടതി നോക്കട്ടെ, എനിക്ക് പറയാനുള്ളത് അതല്ല എന്ന് പറയും കേട്ടോ. പിന്നെ എന്താണ് നിനക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെടാണ് കേട്ടോ. മര്യാദയ്ക്കല്ലാന്നുണ്ടെങ്കിൽ നിന്നെ പിടിച്ചകത്തിടാനുള്ള വകുപ്പൊക്കെ ഉണ്ടാക്കാൻ എനിക്കറിയാം. നിന്റെ ചേട്ടൻ എന്തായാലും ഇനി പുറംലോകം കാണാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്താണ്. അപ്പോൾ ശ്രീകാന്തിനോട് വിക്രം പറയുന്നത്, അയ്യോ, എനിക്ക് ആ കേസിൻ്റെ കാര്യമല്ല പറയാനുള്ളത്, വേറൊരു കച്ചവടത്തിൻ്റെ കാര്യമാണ് പറയാനുള്ളത്. ഒരു കേസ് കിട്ടി PP നഗറിലെ ഫ്ലാറ്റിലെ 2ാം നിലയിൽ 212ാം നമ്പർ റൂമിൽ അങ്ങനെയൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ശ്രീകാന്തിന് ആകെ ടെൻഷനാകും കേട്ടോ. ആ ഫ്ലാറ്റിൽ ആ പെണ്ണ് താമസിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ളതാണ് വിക്രം പറയുന്നത്. ആ ഒരു കച്ചവടത്തെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളതെന്ന് പറയും കേട്ടോ. അപ്പോൾ ശ്രീകാന്ത് ഇങ്ങനെ പെട്ടെന്ന് തന്നെ, എടാ നീ എന്താണ് ഈ പറയുന്നത് എന്നും ചോദിച്ചിട്ട് കഴുത്തിന് കയറി പിടിക്കുകയാണേ. പക്ഷേ നീ അകത്തേക്ക് പോക്കോ, വേഗം അകത്തേക്ക് പോക്കോ, ഇവന് ഞാൻ ശരിയാക്കിക്കോളാം എന്ന് പറയാണ് കേട്ടോ. അങ്ങനെ പിടിച്ചു വലിച്ച് കൊണ്ടുപോകാണ് കേട്ടോ. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, പിടിച്ചു വലിച്ച് തന്നെ കൊണ്ടുപോക്കോട്ടാ, എന്നെ പുറത്തേക്ക് തള്ളണമെന്ന് ഏട്ടത്തിയമ്മ വിചാരിച്ചോട്ടെ, പക്ഷേ ഈ കേസിന് ഈ കേസ് പിൻവലിക്കണം എന്ന് പറയട്ടോ. അപ്പോൾ പറയും, ആ കേസ് ഞാൻ പിൻവലിച്ചോളാം, വിക്രം എന്നെ നാറ്റിക്കരുത്, ആരും അറിയരുത്, വേദ പോലും അറിയരുത്, ഇല്ലില്ല, ആരും അറിയില്ല, എന്നെ വിശ്വസിക്കാം എന്ന് പറയട്ടോ. വേണമെങ്കിൽ എന്നൊന്ന് പുറത്തേക്ക് തള്ളിക്കോ, ഏട്ടത്തിയമ്മ കണ്ടോട്ടെ എന്നൊക്കെ പറയട്ടെ. ഇങ്ങനെ പുറത്തേക്കൊക്കെ തള്ളിയത് പോലെ അഭിനയിക്കുന്നുണ്ടേ.
അതിന് ശേഷം പിന്നീട് പിന്നെ ആദ്യ കോടതിയിലത്തെ ഭാഗം തന്നെയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ പറയുന്നുണ്ട് വിക്രം, അതെ നിങ്ങളുടെ ആ ഒരു ഫോട്ടോ ഉണ്ടല്ലോ, അത് ഞാൻ നിങ്ങൾക്ക് തരാമെന്ന് പറയട്ടോ. ശ്രീകാന്ത് പറയണം, ആ ശരി അത് തായോ എന്ന് പറയാൻ കേട്ടോ. അത് നീ ആരെയും കാണിക്കരുത് എന്നൊക്കെ പറയും. ഇല്ല, അതിപ്പോൾ തൽക്കാലം ഞാൻ ആരെയും കാണിക്കുന്നില്ല, പക്ഷേ ഇനി എങ്ങാനും വേഷം കിട്ടുന്നില്ലേ അതിൻ്റെ കോപ്പി മുഴുവൻ ഞാൻ നാട്ടിൽ മുഴുവൻ പാട്ടാക്കും. നിങ്ങളുടെ ഭാര്യയും കുടുംബത്തെ നശിപ്പിക്കുന്നതുകൊണ്ട് എനിക്കെന്താ ചെയ്തം എന്ന് പറഞ്ഞിട്ട് ആ ഫോട്ടോ എടുത്തിട്ട് ശ്രീകാന്തിൻ്റെ കയ്യിൽ കൊടുക്കുന്നത് വേദ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേദ വിക്രമിൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ തമ്മിൽ എന്താ സംസാരിച്ചത്? അത് കേസിൻ്റെ കാര്യം സംസാരിച്ചത് എന്തോ കൊടുക്കുന്നുണ്ടായില്ലോ. അത് വിശ്വേട്ടന് വന്ന സമൻസ് ഉണ്ടല്ലോ, അത് അങ്ങനെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ, ഇനിയിപ്പോൾ നമുക്ക് എന്തിനാണത്? വാ നീ വേഗം വായോ, നമുക്ക് വിശ്വേട്ടൻ അവിടെ കാത്തിരിക്കുന്നുണ്ട്, വാ പോകാമെന്ന് പറഞ്ഞിട്ട് വിക്രം അങ്ങനെ പോകും കേട്ടോ. അപ്പോൾ വേദ പക്ഷെ പോകുന്നില്ല, വേദയ്ക്ക് എന്തോ ഒരു സംശയം തോന്നുകയാണ്, എന്തോ ഒരു സംഭവം ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ്. പിന്നെ വിശ്വവും മാഷും ശ്രീജയും കൂടിയിട്ട് ഓട്ടോയിൽ വരും. ബാക്കിൽ കൂടെ വണ്ടിമേൽ വിക്രവും വേദയും ഉണ്ടാവും കേട്ടോ. വിശ്വമാണെന്നുണ്ടെങ്കിൽ വന്നിട്ട് ആകെ വിഷമിച്ച് നിൽക്കുകയാണ്, വീട്ടിലേക്കൊക്കെ നോക്കുകയാണ്. അപ്പോൾ മാഷ് ചോദിക്കുന്നുണ്ട്, എന്താ വിശ്വം ഇങ്ങനെ വീട് ആദ്യമായിട്ട് കാണുന്നത് പോലെ, എന്നാലും ഇങ്ങോട്ട് തിരിച്ചു വരാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല അച്ഛാന്ന് പറയട്ടോ. അപ്പോഴേക്കും വേദ വരുമ്പോൾ വേദയുടെ അടുത്തേക്ക് വന്നിട്ട് പറയാണ്, വേദനയോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ വേദ പറഞ്ഞിട്ട്, ഇതൊക്കെ എന്തിനായിട്ടാണ് എന്നോട് പറയുന്നത്? വിശ്വേട്ടൻ തെറ്റുകാരനല്ലാത്തത് കൊണ്ടാണ് എനിക്കത് കോടതിയിൽ തെളിയിക്കാൻ പറ്റിയത് എന്നൊക്കെ പറയും. എന്തായാലും ഇനി അതിനെക്കുറിച്ചൊന്നും പറയണ്ടവാ, നമുക്ക് അകത്തേക്ക് കയറാമെന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോവുകയാണ്. നന്ദിനി ട്യൂടെക്സ് ഒക്കെ കിട്ടും ഇങ്ങനെ ഇരിക്കുന്നത്. അയ്യോ വിശ്വേട്ടൻ വന്നോ എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ എന്താ വിശ്വം വരണ്ടായിരുന്നോ എന്നൊക്കെ, വിശ്വേട്ടൻ വരണ്ടായിരുന്നോ എന്ന് ശ്രീജ ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയൊന്നുമില്ല. അപ്പോൾ വേദ വന്നിട്ട് പറയും, അതെ വിശ്വേട്ടൻ പുറത്തിറക്കിയത് ഞാനായത് കൊണ്ടാണോ എന്ന് ചോദിക്കാൻ കേട്ടോ. അങ്ങനെയൊന്നുമില്ല, ആരായാലും എന്താ വിശ്വേട്ടൻ പുറത്തിറങ്ങിയല്ലോ എന്ന് പറയട്ടോ. അപ്പോഴേക്കും നമ്മൾ കമലാമ്മ വരികയാണ് കേട്ടോ. കമലാമ്മ വരുന്ന സമയത്ത് വിശ്വത്തിന് ഇങ്ങനെ കാണുമ്പോഴത്തേനും കമലാമ്മ കയ്യിലുള്ള മുരിങ്ങയിലൊക്കെ അവിടെ ഇട്ടിട്ട് ഓടി വരികയാണ് കേട്ടോ. എന്നിട്ട് വിശ്വത്തിന് വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട്. സാറില്ല അമ്മയൊക്കെ അറിയണ്ട, ഞാനിങ്ങ് വന്നില്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവർ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മാഷ് പറയുന്നുണ്ട്, നീ വിശ്വത്തിനെ കെട്ടിപ്പിടിച്ച് കറിയാതെ ഇവിടെ നിൽക്കുന്ന വേദന കണ്ടില്ലേ, വേദന ഒന്ന് ചേർത്ത് പിടിച്ച് അഭിനന്ദിക്കുകയാണ് വേണ്ടതെന്ന് പറയും കേട്ടോ. കമലാമ്മ ഇങ്ങനെ സ്നേഹത്തോട് കൂടിയിട്ട് വേദന നോക്കുന്നുണ്ട്. അപ്പോൾ വേദ പറയും, അയ്യോ അച്ഛ എന്താ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ എൻ്റെ കടമ ചെയ്തു എന്നല്ലേ ഉള്ളൂ എന്ന് പറയട്ടെ. അപ്പോൾ മാഷ് പറയും, എന്നാലും മോളുടെ എതിർഭാഗത്ത് നിൽക്കുന്നത് മോളുടെ കുടുംബമായിരുന്നല്ലോ, എന്നിട്ടും മോളത് കാര്യമാക്കിയില്ലല്ലോ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ വേദ വിക്രത്തിനെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ആ ഒരു സമയം തുടങ്ങിയിട്ട് വേദ വിക്രത്തിനെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്. എന്തോ ഒരു സംശയം വേദയുടെ മനസ്സിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ വേദ പറയുന്നുണ്ട്, വിശ്വേട്ടൻ്റെ ഭാഗത്ത് ന്യായം ഉള്ളത് കൊണ്ടാണ് അത് ശരിയായത്. പക്ഷേ ഇന്നലെ രാത്രി ഞങ്ങൾ എന്ന് പറയുമ്പോഴേക്കും വേദ വിക്രവും കൂടി ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പറയാൻ പോകുമ്പോഴത്തേക്കും വിക്രം അത് വിഷയം മാറ്റാണ് കേട്ടോ. അപ്പോൾ വിക്രം പറയും, വിശ്വേട്ടാ പോലീസ് സ്റ്റേഷനിൽ അവർ ഉപദ്രവിച്ചൊന്നുമില്ലല്ലോ എന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും പിന്നെ വേദ സംസാരം നിർത്താണ്. ഉപദ്രവിച്ചൊന്നുമില്ല, പക്ഷേ എങ്കിലും 2 ദിവസം കൊണ്ട് ഞാൻ ഇല്ലാതായി, കുറച്ച് ദിവസം കൂടി അവിടെ കിടക്കായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ ജീവൻ തന്നെ പോയേനെ. ഇത്രയും വർഷങ്ങളും നീ അതിൻ്റെ ഉള്ളിൽ ജീവിച്ചത് എങ്ങനെയാടാ, എനിക്കത് സങ്കല്പിക്കാൻ പോലും പറ്റുന്നില്ല എന്നറിയും. പിന്നെ അതിൻ്റെ ഇടയിൽ നന്ദിനോട് വിനായകനെ വിളിച്ചു തരാൻ പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ വിനായകൻ ഇങ്ങനെ വരും കേട്ടോ. ആവശ്യമായിട്ടാ വന്നോ, എനിക്ക് കോടതിയിലേക്ക് വരണമെന്നുണ്ടായിരുന്നു, പക്ഷേ കുറച്ച് തിരക്കുകളൊക്കെ ഉള്ളതുകൊണ്ട് വന്നില്ല എന്ന് പറയാം കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, ആണോ നിന്നോട് ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ വിനായക? ഇല്ല. അല്ല, നീയും നിൻ്റെ ഭാര്യയും ഞാൻ പണിക്ക് പോകാത്താനോന്ന് പറഞ്ഞിട്ട് അപമാനിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷേ എങ്കിലും ആ സമയത്തൊന്നും ഞാൻ വേണ്ടിയിട്ടില്ല. നിനക്ക് ഞാൻ എന്ത് ദ്രോഹം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഒറ്റ അടി കൊടുക്കാണ്ട് മുഖത്ത്. അയ്യോ വിശ്വേട്ടാ എന്തേ കാണിക്കുന്നത്? അയ്യോ എനിക്ക് വേദന എടുത്തിട്ട് വയ്യ, സത്യമായിട്ട് ഞാനത് അറിഞ്ഞിട്ടില്ല വിശ്വേട്ടാ, പിന്നെ അടിക്കാൻ കഴിയുമോ കേട്ടോ വിശ്വം. അപ്പോൾ അയ്യോ ഇല്ല സത്യമായിട്ടും ഞാനിത് അറിഞ്ഞതല്ല വിശ്വേട്ടാ. അപ്പോൾ ശ്രീജ വന്ന് പിടിക്കുകയാണ്, വിശ്വേട്ടാ വേണ്ട എന്ന് പറയുകയാണ്. അപ്പോൾ വിനായകൻ പറയുന്നുണ്ട്, ഈ ശ്രീകാന്തിൻ്റെ ഓഫീസിലാണ് വിശ്വേട്ടൻ ജോലി ചെയ്യേണ്ടത്, എനിക്കറിയില്ലായിരുന്നു വിശ്വേട്ടാ. അത് നിനക്കറിയില്ലായിരിക്കും, പക്ഷേ ആ ചിട്ടി വേദന അമ്മാവൻ്റെ ആണെന്ന് നിനക്ക് അറിഞ്ഞൂടെയായിരുന്നു എന്ന് ചോദിക്കാൻ കേട്ടോ. നിനക്ക് എന്തൊക്കെ ചെയ്താലും കമ്മീഷൻ കിട്ടിയാൽ മതി, വേറെ ഒന്നും നിനക്ക് അറിയണ്ടല്ലേ എന്ന് ചോദിക്കാൻ കേട്ടോ. അയ്യോ ഞാൻ അങ്ങനെ ഒന്നും ഓർത്തില്ല വിശ്വേട്ടാ. അപ്പോൾ നന്ദിനി പറയുന്നുണ്ട് കേട്ടോ, അതെ ചിട്ടിയിൽ ആൾക്കാരെ ചേർത്താൻ മാത്രം പറഞ്ഞുള്ളൂ, പക്ഷെ അതിൻ്റെ ഇടയിൽ അവരായി ഒപ്പ് വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നു ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നൊക്കെ നന്ദിനി പറയും കേട്ടോ. അപ്പോൾ വിനായകൻ പറയും, അതെ ആ ഒപ്പ് വെച്ചിട്ട് അവരിങ്ങനെ ഒരു കള്ളക്കേസ് ഉണ്ടാക്കി ഈശ്വരനെ കൊടുക്കുന്നു ഞാൻ സത്യമായിട്ടും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്ന് പറയാൻ കേട്ടോ. ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ആരെ വേണമെങ്കിലും സത്യം ചെയ്യാൻ പിടിച്ചെന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ കമല പറയും, മതി ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് വർത്താനം പറയണ്ട. അയ്യോ അതെങ്ങനെ ശരിയാവാ, ഇവരെല്ലാവരും എന്നെ കള്ളനാക്കി നിർത്തല്ലേ, വേണമെങ്കിൽ ഞാൻ നന്ദിനെ തല തൊട്ട് സത്യം ചെയ്താൽ നന്ദിനെ തല പിടിക്കുമ്പോൾ അയ്യോ എന്ന് പറഞ്ഞ് നന്ദിനി ഒച്ചെടുക്കുകയാണ്,
പെട്ടെന്ന് നിലവിളിക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ നന്ദിനിയുടെ ഒരു ഇത് കണ്ടിട്ട്. അപ്പോൾ വേദ ചോദിക്കുന്നുണ്ട്, എന്താ നന്ദിനി എടുത്തി തല പൊട്ടി തെറിക്കുന്നു വിചാരിച്ചിട്ടാണല്ലേ എന്ന്. കാരണം വിനായകൻ പറയുന്ന നുണയാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ നന്ദിനി പറഞ്ഞു, അയ്യോ അങ്ങനെയൊന്നുമല്ല, ഞാൻ വെറുതെ പെട്ടെന്ന് എന്ന് പറയാം കേട്ടോ. ശരി ശരി. അപ്പോൾ കമല പറയും, മതി മതി വിശ്വം, നീ പോയി കുളിക്ക്, എന്നിട്ട് വല്ല ഭക്ഷണമൊക്കെ കഴിക്കും, ഞാൻ നീ വരുമ്പോഴത്തേനും ഭക്ഷണമൊക്കെ റെഡി ആക്കി വെക്കാമെന്ന് പറയാണ്ട്. ഈ സമയത്തും വേദ ഇടയ്ക്കിടയ്ക്ക് വിക്രത്തിനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണേ. അങ്ങനെ അവരൊക്കെ പോകും. അപ്പോഴും വേദ വിക്രത്തിനെ നോക്കുകയാണ്. വിക്രത്തിൻ്റെ എന്തോ ഒരു കള്ളത്തരം ഉണ്ടെന്ന് വേദയ്ക്ക് മനസ്സിലാവാണ്. വേഗം തന്നെ വിക്രം വേദയുടെ അടുത്തുനിന്ന് പോവുകയാണ്. പിന്നെ മുറിയിലേക്ക് പോകുന്ന സമയത്ത് വിശ്വനോട് പറയുന്നുണ്ട്, ഇനിയിപ്പോൾ കഴിഞ്ഞതൊക്കെ മറക്കണം, എന്തായാലും ഒരു കുഴപ്പമൊന്നുമില്ല, അത് തിരിച്ചെത്താൻ പറ്റിയതിന് ഞാൻ ദൈവത്തിനോട് നന്ദി പറയുകയാണെന്ന് പറയട്ടോ. അപ്പോൾ വിശ്വം പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുപോലൊരു ദിവസങ്ങൾ മുന്നിൽ ഉണ്ടായിട്ടില്ല, എനിക്ക് ഇത്രയും ഞാൻ വേദന അനുഭവിച്ച ദിവസങ്ങൾ ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറയാനായിട്ട് സാരില്ല ചേട്ടാ, അതൊക്കെ കഴിഞ്ഞു പോയില്ലേ എന്ന് പറയുകയാണേ. അപ്പോൾ വിശ്വം പറയുന്നുണ്ട്, എന്തായാലും എനിക്ക് ആകെ പേടിയായിരുന്നു. പോലീസുകാർ പറഞ്ഞു, ഇനി അങ്ങോട്ട് നിൻ്റെ ജീവിതം ഇങ്ങനെ തന്നെയാണ്, കള്ളനായിട്ട് മാത്രം നിന്നെ നാട്ടുകാർ കാണൂ എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുകയായിരുന്നു. എനിക്ക് ആകെ ടെൻഷൻ, മോളുടെ സ്കൂളിലൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിലും മോൾക്കത് നാണക്കേടാവില്ലെന്നായിരുന്നു എന്നൊക്കെ പറയും. അങ്ങനെയൊന്നും സംഭവിച്ചില്ലല്ലോ വിശ്വേട്ടാ എന്ന് പറയട്ടോ. സംഭവിച്ചില്ല, പക്ഷേ എനിക്കത് ആലോചിക്കാനും കൂടെ പറ്റുന്നില്ല. എന്തായാലും വിനായകൻ ഇങ്ങനെ ഒരു ചതി ചെയ്യുന്നു വിചാരിച്ചില്ല എന്ന് പറയുമ്പോൾ പറയുന്നുണ്ട്, വിനായകൻ അറിഞ്ഞുകൊണ്ടല്ല ചെയ്തതെന്നല്ലേ വിശ്വേട്ടൻ പറയുന്നത്, അല്ല വിനായകൻ പറയുന്നത് ചോദിക്കുമ്പോൾ അങ്ങനെ അവൻ പറയുന്നു. പക്ഷേ എന്താ വിശ്വേട്ടന് സംശയമുണ്ടോ വിനായകനെ? എനിക്കറിയില്ല ആര് കൂടെ നിൽക്കുമ്പോൾ ആര് ചതിക്കുന്നൊന്നും. ഇപ്പം അതൊന്നും പറയാൻ പറ്റുന്നില്ല എന്ന് പറയാൻ കേട്ടോ. എന്തായാലും വേദ ഈ വീട്ടിലുള്ളത് ഭാഗ്യമായില്ലേ എന്ന് പറയാൻ കേട്ടോ. വേദ തന്നെയാണല്ലോ ഇതിന് ഇറങ്ങി പുറപ്പെട്ടത്. ഫസ്റ്റത്തെ ദിവസം വിശ്വേട്ടനെ ജാമ്യം കിട്ടാതായപ്പോൾ ഞാനും കൂടെ അവളെ കുറ്റപ്പെടുത്തി. പക്ഷേ അവൾ ഇത്രയും നല്ലൊരു കുട്ടിയാണ്, ഈ വീട്ടിലേക്ക് വന്ന് ചേരേണ്ട ഒരു പെൺകുട്ടി തന്നെയാണെന്ന് വിശ്വം പറയട്ടെ. അതെ, വിക്രം കൂടി അവളെ മനസ്സിലാക്കിയാൽ മതിയായിരുന്നു പറയുമ്പോൾ അതൊക്കെ മാറും, അവർ തമ്മിൽ ഒരുമിക്കും എന്ന് പറയുന്നത് കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് കേട്ടോ.